പഞ്ചായത്തിൽ പോകുന്നില്ലയോ? പോകണം. രാവിലെ കടയിലത്തെ കുറച്ച് കാര്യങ്ങൾ ഒതുക്കിയിട്ട് വേണം പഞ്ചായത്തിലേക്ക് പോകാൻ. ഒരു കിഡ്നിയും കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയാണ്. ഈ അണ്ണന്റെ നിലനിൽപ്പ് തന്നെ ഈ ഷീജ മെമ്പറാണ്. എപ്പോഴാ പഞ്ചായത്തിൽ പോകുന്നത്? കുറച്ച് ജോലികളൊക്കെ ഇവിടെ ചെയ്തു വെച്ചിട്ട് പോകാം. മുറുക്കാനാണ് വേണ്ടിയേ? ഞാൻ എടുത്തു കൊടുക്കാം. പത്തനാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാവിലെ കടയിലാണ്. തൻ്റെ കിഡ്നി പകുത്തു നൽകിയ ഭാര്യയാണ്. അതായത് ഈ ഒരു കടയിൽ നിന്നാണ് പത്തനാപുരം ഗ്രാമപഞ്ചായത്തിന് ഒരു പ്രസിഡന്റ് ഉണ്ടായത്. മതിയോ? മുട്ടായി ഒക്കെ മതിയോ? ഇന്ന് പാളാന്തോടനാണോ? അത് പൂവൻ. നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ പത്തനാപുരം ഗ്രാമപഞ്ചായത്തിൽ കുണ്ടയം എന്ന് പറയുന്ന സ്ഥലത്താണ്. പത്തനാപുരം ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായ ആളാണിത്. ചേച്ചിയുടെ പേര് ഷീജ ഷാനവാസ് എന്നാണ്. ചേച്ചി ഉപജീവന മാർഗത്തിന് ഈ ഒരു കച്ചവടം നടത്തുന്ന ആളാണ്. അതുകൂടാതെ തന്നെ സ്വന്തം ഭർത്താവിന് തൻ്റെ കിഡ്നി പകർത്തു നൽകിയ ഒരു ഭാര്യ കൂടിയാണ് ഷീജ ഷാനവാസ്. എന്തായാലും നമുക്ക് ചേച്ചിയോട് കൂടുതൽ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം. എന്താ പറയാനുള്ള ആളുകളോടൊക്കെ? രാവിലെ കടയിൽ വന്നിട്ടാണ് നമ്മുടെ പൊതുപ്രവർത്തനവുമായി നമ്മൾ മുന്നോട്ട് പോകുന്നത്. രാവിലെ എൻ്റെ കട തുറന്നതിന് ശേഷം മാത്രമേ ഉള്ളൂ പൊതുപ്രവർത്തനം. രണ്ടും ചേർത്ത് നിർത്തിക്കൊണ്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്തു. കട തുടങ്ങിയിട്ട് ഏകദേശം 7-8 മാസമാകും. ഇത് ജീവിക്കാനുള്ള നെട്ടോട്ടത്തിലാണ്. തീർച്ചയായിട്ടും. മറ്റേത് ജനങ്ങളെ സേവിക്കാനും. എൻ്റെ ഭർത്താവിന് സുഖമില്ലാത്ത കാരണം കിഡ്നി ട്രാൻസ്പ്ലാന്റ് ആയിരുന്നു. അതിനുശേഷം നമുക്ക് വലിയ ജോലിഭാരങ്ങളൊന്നും ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് മത്സ്യ മാർക്കറ്റുമായി ബന്ധപ്പെട്ടായിരുന്നു എൻ്റെ ഹസ്ബൻഡ് ജോലി നോക്കിക്കൊണ്ടിരുന്നത്. അന്നേരം അതുമായുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം ആയതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു കട തുടങ്ങാൻ വേണ്ടി ഞാൻ കുടുംബശ്രീ മുഖേനയാണ് പൊതുപ്രവർത്തന മേഖലയിലേക്ക് ഇറങ്ങിത്തിരിച്ചത്. ജനങ്ങൾ തന്നത് അംഗീകാരത്തിനെ ഞാൻ നന്ദിപൂർവ്വം വളരെ സ്നേഹത്തോടു കൂടി തന്നെ സ്വീകരിക്കുന്നു. ഞങ്ങൾക്കെല്ലാം ഞങ്ങളുടെ നാടിന് വേണ്ടി ചെയ്തു തരുമെന്നുള്ള ഉറപ്പ് ഞങ്ങൾക്ക് വിശ്വാസവും എല്ലാം ഉണ്ട്. ഒരു കിഡ്നിയും കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയാണ്. ഞങ്ങൾക്ക് അത് ഒരുപാട് കഷ്ടപ്പാടിൽ നിന്ന് അവർക്ക് കുടുംബം പറ്റാൻ കഷ്ടപ്പെടുന്നു. ഈ അണ്ണന്റെ നിലനിൽപ്പ് തന്നെ ഈ ഷീജ മെമ്പറാണ്. ഞങ്ങൾക്ക് അതിൽ ഭയങ്കര സന്തോഷമുണ്ട്. നമുക്ക് സന്തോഷം വ്യക്തിപരമായുള്ള സന്തോഷമല്ല, നാട്ടുകാർക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു സന്തോഷത്തിലാണ്. നമ്മൾ വ്യക്തിയല്ലല്ലോ, നമ്മുടെ ഈ പത്തനാപുരം ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങളുടെ ക്ഷേമമാണ് നമ്മൾ മുഖ്യമായി ഉദ്ദേശിക്കുന്നത്. അപ്പം അങ്ങനെ നിർണായക ഘട്ടത്തിൽ കിഡ്നി മാറ്റി വയ്ക്കേണ്ട സ്ഥിതി വന്നു. ജീവൻ അപകടത്തിലാണെന്ന് പറയുമ്പോൾ ഡോക്ടർ പറഞ്ഞു ഇന്നപോലെ എമർജൻസി ആയിട്ട് കിഡ്നി മാറ്റി വയ്ക്കണമെന്ന്. അപ്പോൾ അങ്ങനെ കിഡ്നിക്ക് ഡോണർ ഇല്ലാത്തൊരു സാഹചര്യത്തിൽ ഞങ്ങൾ 2 ഗ്രൂപ്പ് ആയിരുന്നു. എൻ്റെ A പോസിറ്റീവും വൈഫിൻ്റെ AB പോസിറ്റീവും അന്വേഷിച്ച് കിട്ടുമെന്ന് നോക്കി. പിന്നെ നമ്മൾ ഗവൺമെൻറ് തലത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടിരുന്നു. അപ്പോൾ അങ്ങനെ എന്തായാലും ദൈവഭാഗ്യം പോലെ കോഴിക്കോട് മിംസ് ഹോസ്പിറ്റലിൽ പോയപ്പോൾ പരിശോധനയിൽ ചെറിയ ഒരു ഘടകം എൻ്റെ ഗ്രൂപ്പുമായി കണ്ടെത്തുകയും അത് വിജയകരമായ എല്ലാ ടെസ്റ്റുകളും വളരെ മനോഹരമായി പൂർത്തിയാക്കി പ്രത്യേക സ്പെഷ്യൽ ഇഞ്ചക്ഷൻ എല്ലാം എടുത്തുകൊണ്ടാണ് ആ കിഡ്നി മാറ്റി. ആ ത്യാഗം എൻ്റെ ഭാര്യയാണ് നൽകിയത്. ആ ത്യാഗം സഹിച്ചതിന് എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് മതി ആവില്ല. ജീവൻ്റെ പാതി വൈഫാണ്, വൈഫിൻ്റെ പാതി ഞാനാണ്. ഞങ്ങൾ 2 പേരും അങ്ങനെയാണ് കഴിഞ്ഞു പോകുന്നത്. ആ കിഡ്നിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് പേരെ അന്വേഷിച്ചപ്പോൾ വളരെയധികം വിഷമങ്ങളും വേദനകളുമായിരുന്നു. 2 പെൺമക്കളുള്ള ഒരു മാതാവിൻ്റെ അവസ്ഥ പറയാൻ പറ്റാത്ത ഒരു വിഷമമായിരുന്നു. നമുക്ക് വേറെ ഭാരിച്ച ജോലികളൊന്നും ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അന്നേരം ഹസ്ബൻഡിന് ചെറിയൊരു കട ഇട്ട് കൊടുത്ത് ഞാനും കൂടി സഹായി എന്ന രീതിയിൽ നിൽക്കാമെന്നാണ് തീരുമാനിച്ചത്. അങ്ങനെ നിന്നപ്പോഴാണ് നമ്മുടെ പാർട്ടി പൂർണ്ണമായും മൂലക്കട വെസ്റ്റ് വാർഡിൽ നിന്ന്